ഇഷ്ടം മാത്രം അവസാന ഭാഗം. കഴിക്കാനായി എല്ലാവരും ടേബിളിൽ ഒത്തുചേർന്നു. പല്ലവി എല്ലാവർക്കും ഭക്ഷണം വിളമ്പി. "നീ കൂടി ഇരുന്നോ?" മഹി അവളോട് പറഞ്ഞു. "വേണ്ട മഹിയേട്ടാ, ഞാൻ പിന്നെ കഴിച്ചോളാം," അവൾ അവനെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു. അത് കണ്ടതും മാധവിക്ക് കലി ഇളകി. അപ്പുറത്ത് നിന്നും ഇന്നലെ ജാനകി എന്നോട് ചോദിക്കുകയാ, മരുമകൾക്ക് വിശേഷമൊന്നും ആയില്ലേന്ന്. മാധവി അവളെ മനഃപൂർവ്വം നോവിക്കാൻ വേണ്ടി തന്നെ പറഞ്ഞു. ആർക്കറിയാം കുഞ്ഞുങ്ങൾ ഉണ്ടാകുമോ ഇല്ലയോ എന്ന്. ആർക്കാണ് പ്രശ്നമെന്ന് നോക്കിയാലല്ലേ അറിയാൻ പറ്റൂ. അതിനൊക്കെ ഒരു യോഗം വേണം. അവർ അവളെ മനഃപൂർവ്വം വിഷമിപ്പിച്ചു. അത് കേട്ടതും പല്ലവി നടുങ്ങിപ്പോയി. അവൾ മഹിയെ ഒന്ന് നോക്കി. അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വിറച്ചു. കൃഷ്ണനും വല്ലാതെയായി. "അമ്മ ഒന്നും മിണ്ടാതിരിക്കുവോ? ഭക്ഷണം കഴിക്കാൻ കൂടി സ്വൈരം തരാതെ അമ്മയ്ക്കിപ്പോൾ എന്താണ് അറിയേണ്ടത്? ഇവളെ ഇങ്ങനെ കുത്തിനോവിച്ചാലേ അമ്മയ്ക്ക് സമാധാനം കിട്ടുവല്ലേ?" മഹിക്ക് എത്ര പറഞ്ഞിട്ടും കലി അടങ്ങിയില്ല. അരുണ അവർ പറയുന്നതെല്ലാം കേട്ട് ചിരിയോടെ ഇരുന്നു. അവൾക്ക് പല്ലവിയെ കുറ്റപ്പെടുത്തുന്നത് തടയാനൊന്നും തോന്നിയില്ല. എന്നാൽ ഗീതുവിന് ശരിക്കും ദേഷ്യം വന്നു. അമ്മയ്ക്ക് എന്തെങ്കിലും പറഞ്ഞ് എപ്പോഴും ഏട്ടത്തിയെ നോവിക്കണം, അത് മാത്രമേ അറിയൂ. ഈ അമ്മ എന്താ ഇങ്ങനെ? ഗീതു ദേഷ്യത്തിൽ പറഞ്ഞു. "അത് നിന്റെ അമ്മയ്ക്ക് നല്ല അടി കൊള്ളാഞ്ഞിട്ടാ. 2 പെട കിട്ടിയാൽ നിന്റെ അമ്മ നല്ലവണ്ണം ശരിയാകും." കൃഷ്ണൻ പറഞ്ഞതും മാധവിയുടെ മുഖം വിളറി വെളുത്തു. പല്ലവി ഒന്നും പറഞ്ഞില്ല. പക്ഷെ മനസ്സിലൊരു വിങ്ങൽ ഉയർന്നു വന്നിരുന്നു. രാത്രി ഏറെയായിട്ടും പല്ലവിക്ക് ഉറക്കം വരുന്നില്ല. അമ്മ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലൊരു കൊളുത്തു വീണതുപോലെയായിരുന്നു. മഹി അവളെ ആശ്വസിപ്പിച്ചിരുന്നു. "അമ്മ വെറുതെ നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതായിരിക്കും. നീ അത് ആലോചിച്ച് വിഷമിക്കേണ്ട. ദൈവം നമുക്കും ഒരു കുഞ്ഞിനെ തരും. അന്ന് അമ്മ ഇതെല്ലാം മാറ്റി പറയും." അവൻ അവളെ മാറോടണച്ചുകൊണ്ട് പറഞ്ഞു. അവൾ അവൻ്റെ മാറിൽ മുഖമണച്ച് ആവോളം കരഞ്ഞു. അങ്ങനെ ആ മാറിൽ കിടന്ന് അവൾ ഒരുപാട് നേരം ഇരുന്നു. മഹിയെ നോക്കിയപ്പോൾ അവൻ ഉറങ്ങിയിരിക്കുന്നു. അവൾക്ക് ഉറക്കം വരുന്നേയില്ല. മാധവി വെട്ടിത്തുറന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് യഥാർത്ഥത്തിൽ സങ്കടം സഹിക്കാനായില്ല. അവൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. പുലർച്ചെ എപ്പോഴോ ആണ് അവൾ ഒന്ന് മയങ്ങിയത്. മഹി എഴുന്നേറ്റ് നോക്കുമ്പോൾ പല്ലവി നല്ല ഉറക്കത്തിലാണ്. അവൾ ഇന്നലെ കുറേ വൈകിയാണ് ഉറങ്ങിയത് എന്നവനറിയാം. അവൾ ഉറങ്ങട്ടെ. അവൻ അവളെ ഉണർത്താതെ പതിയെ പുറത്തിറങ്ങി അടുക്കള ഭാഗത്തേക്ക് നടന്നു. "അമ്മേ, ഒരു ഗ്ലാസ് ചായ ഇങ്ങെടുത്തേ," അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഹാളിൽ വന്നിരുന്നു. ഇതെന്താ പതിവില്ലാതെ ഇവൻ എണീറ്റ് വന്നത്? പല്ലവിയെ കണ്ടതുമില്ലല്ലോ, മാധവി ഓർത്തു. അവർ ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി മഹിക്ക് മുന്നിലെത്തി. ഞായറാഴ്ചയായതുകൊണ്ട് തന്നെ മഹിയും വൈകിയാണ് എണീറ്റത്. "നിന്റെ ഭാര്യ എവിടെ? തമ്പുരാട്ടി എണീറ്റില്ലേ?" ചായക്കപ്പ് മഹിക്ക് നേരെ നീട്ടിക്കൊണ്ട് മാധവി ചോദിച്ചു. "അവൾ സന്തോഷം കാരണം ഉറങ്ങുകയാ. അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ ഇവിടെ നടക്കുന്നത്. അമ്മയുടെ സ്നേഹം കാരണം അവൾ സ്വസ്ഥമായി ഉറങ്ങുകയാണ്. ഉറങ്ങിക്കോട്ടെ എന്ന് ഞാനും കരുതി." അതേ പുച്ഛഭാവത്തോടെ മഹിയും പറഞ്ഞു. അത് കേട്ടതും മാധവിയുടെ മുഖം വിളറി. "ഇവിടെ ഇപ്പോൾ എന്തു വേണമെങ്കിലും ആവാലോ. ആരെയും പേടിക്കുകയും വേണ്ട," മാധവി ജാള്യത മറച്ചുകൊണ്ട് പറഞ്ഞു. അവർ സംസാരിക്കുന്നതിനിടയിലാണ് പല്ലവി മുറിയിൽ നിന്നും ഇറങ്ങി താഴേക്ക് വന്നത്. "മഹിയേട്ടൻ എണീറ്റോ? ഞാൻ അറിഞ്ഞില്ല," അവൾ പറഞ്ഞു. "നീ ഉറങ്ങിക്കോട്ടെന്ന് വിചാരിച്ചു. ഇന്നലെ ഒട്ടും ഉറങ്ങിയില്ലല്ലോ," അവനും പറഞ്ഞു. "ഭർത്താവിന് രാവിലെ ഒരു കപ്പ് ചായ കൊടുക്കണമെന്ന വിചാരം പോലും നിനക്കില്ലല്ലോ," അവരുടെ സംഭാഷണത്തിനിടയിൽ കയറി മാധവി പറഞ്ഞു. "അതിനെന്താ, ഇടയ്ക്കൊക്കെ അമ്മമാർക്കും അതിനുള്ള അവസരം നൽകണ്ടേ?" അവളും ചിരിയോടെ തിരിച്ചടിച്ചു. അതും കൂടി കേട്ടപ്പോൾ മാധവിയുടെ മുഖം കടന്നൽ കുത്തിയതുപോലെയായി. ഇന്നലെ ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും അവളിലൊരു ആഘാതവും സൃഷ്ടിച്ചിട്ടില്ലെന്ന് അവർക്ക് മനസ്സിലായി. അന്ന് രാത്രി അരുണിമ ഫോണുമായി പുറത്തേക്ക് നടന്നു. ചുറ്റിലും ഒന്ന് നിരീക്ഷിച്ചു. ആരെങ്കിലും കാണുന്നുണ്ടോ ഇല്ലെന്നറിഞ്ഞതും അവൾ ഫോണെടുത്ത് ഗൗരിയെ വിളിച്ചു. "ഹലോ അരുണേച്ചി." അപ്പുറത്ത് നിന്നും ഗൗരിയുടെ സ്വരം കേട്ടു. "മഹിയേട്ടൻ അവിടെ ഇല്ലേ ചേച്ചി?" ഗൗരി ചോദിച്ചു. "ഉവ്വ് മോളെ, അവരെല്ലാം അകത്തുണ്ട്. ഞാൻ ആരും കാണാതെ മുറ്റത്തേക്ക് ഇറങ്ങിയതാ," അരുണ അടക്കം പറഞ്ഞു. അരുണ മാധവീയത്തിലെത്തിയ കാര്യം ഗൗരി അറിഞ്ഞിരുന്നു. അവരിരുവരും എപ്പോഴും വിളിക്കാറുണ്ട്.
ഗൗരി അരുണയ്ക്ക് ഓരോ സമ്മാനങ്ങൾ നൽകാറുണ്ട്. ബാംഗ്ലൂരിൽ നിന്നും വരുമ്പോൾ അതൊരു പതിവാണ്. അത് സ്വർണ്ണക്കമ്മലോ മോതിരമോ വളയോ ഒക്കെയാകും. അരുണയാണെങ്കിൽ ഗൗരിയെ എങ്ങനെയെങ്കിലും മഹിയുടെ ഭാര്യയാക്കണം എന്ന തീരുമാനത്തിലുമാണ്. ഗൗരി പക്ഷേ തൻ്റെ കാര്യസാധ്യത്തിന് വേണ്ടിയാണ് കൂടെ നിൽക്കുന്നതെന്ന് അരുണയ്ക്ക് അറിയാമായിരുന്നില്ല. മോളെ, പല്ലവിയെ ഒഴിവാക്കാൻ എന്ത് വിദ്യ വേണമെങ്കിലും പ്രയോഗിക്കാൻ ഞാൻ റെഡിയാണ്. എന്ത് വന്നാലും ചേച്ചി നിന്റെ കൂടെയുണ്ടാകും, അരുണ പറഞ്ഞു. അവളെ അങ്ങ് ഇല്ലാതാക്കാൻ ചേച്ചി എൻ്റെ കൂടെ നിൽക്കുമോ? പ്ലാൻ എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇനി അവരെ തമ്മിൽ പിരിക്കണമെങ്കിൽ അവൾ ഇല്ലാതെയാകണം. മഹിയേട്ടൻ എന്നെ പാടെ മറന്നിരിക്കുന്നു. ആ മനസ്സിൽ പല്ലവി മാത്രമാണ്. അത് ഇല്ലാതാക്കണം. ചേച്ചിക്ക് പറ്റുമോ? തൽക്കാലം അമ്മായി ഒന്നും അറിയണ്ട. ചേച്ചിക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരും. ചേച്ചി എൻ്റെ കൂടെ നിൽക്കുമോ? ഗൗരിയുടെ ചോദ്യം കേട്ടതും അരുണയിലൊരു നടുക്കമുണ്ടായി. അവളെ ഇല്ലാതാക്കിയാൽ അത് പ്രശ്നമാവില്ലേ മോളെ? കേസൊക്കെ ആവില്ലേ? അരുണ വിറയാർന്ന സ്വരത്തിൽ ചോദിച്ചു. അതൊന്നും ചേച്ചി പേടിക്കണ്ട. ഒരു കുഞ്ഞു പോലും അറിയാതെ നമുക്കവളെ ഇല്ലാതെയാക്കാം. ആരും ഒന്നും അറിയില്ല. ഗൗരി അരുണയുടെ മനസ്സിലെ പേടി മാറ്റി. അവളുടെ കൂടെ നിൽക്കാമെന്ന് ഉറപ്പ് നൽകി അരുണ ഫോൺ വെച്ചു. തനിക്ക് നേരെ നീട്ടിയ ഓഫറുകളാണ് അരുണയെ അതിന് സമ്മതിപ്പിച്ചത്. പക്ഷേ അവൾക്ക് ഭയമുണ്ടായിരുന്നു. എന്തു ചെയ്യുമെന്ന അങ്കലാപ്പോടെ ഫോണും കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ നിന്നു. ഗൗരി പറയുന്നത് കേട്ട് അരുണ ആകെ അന്താളിച്ചിരിക്കുകയാണ്. അവൾക്ക് താൻ ചെയ്യുന്നത് ശരിയാണോ എന്ന് ആലോചിച്ചപ്പോൾ തന്നെ ഒരു ഭയം അവളിൽ വന്ന് നിറഞ്ഞു. എന്തായാലും ഗൗരി തനിക്ക് ഓഫർ ചെയ്ത കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ അവൾക്ക് ആ കൃത്യത്തിൽ നിന്ന് പിന്തിരിയാനും തോന്നിയില്ല. അവൾ ആലോചനയോടെ അകത്തേക്ക് കയറി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുമ്പോഴെല്ലാം അവളുടെ ചിന്തയിൽ ഗൗരി പറഞ്ഞ കാര്യങ്ങളായിരുന്നു. നിനക്കെന്ത് പറ്റിയടി? മാധവി ചോദിച്ചു. ഏയ് ഒന്നുമില്ലമ്മേ, അരുണ പറഞ്ഞു. അവൾക്കെന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ടെന്ന് അവർക്ക് തോന്നി. അന്ന് ഉച്ചയായപ്പോഴേക്കും അരുണ എവിടേക്കോ പോകാൻ റെഡിയായി. നന്ദുമോളെ കൊണ്ടുപോകാത്തത് കൊണ്ട് തന്നെ മാധവി എവിടെ പോവുകയാണെന്ന് ചോദിച്ചു. ഞാൻ ടൗൺ വരെ പോയി വരാം അമ്മേ, എനിക്ക് 1-2 സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്, അവൾ പറഞ്ഞു. നന്ദുമോളെ ഒന്ന് നോക്കിക്കോണേ, അവൾ മാധവിയോട് പറഞ്ഞുകൊണ്ട് ഇറങ്ങി. ടൗണിൽ അരുണയ്ക്കായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ഗൗരി. അവൾ അരുണ വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ തന്നെ വിളിച്ചിരുന്നു. അരുണയെ കണ്ടതും ഗൗരി അവൾക്കരികിലേക്ക് ഓടിയെത്തി. അരുണേച്ചി, വീട്ടിൽ ആർക്കും ഡൗട്ടില്ലല്ലോ എന്നെ കാണാനാണ് വരുന്നത് എന്ന്? ഇല്ല മോളെ, അമ്മയോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് നല്ല പേടിയുണ്ട്, അരുണ ശബ്ദം താഴ്ത്തി പറഞ്ഞു. അരുണേച്ചി പേടിക്കേണ്ട, ഒന്നും സംഭവിക്കില്ല, അവൾ പറഞ്ഞുകൊണ്ട് കയ്യിൽ കരുതിയിരുന്ന ചെറിയ ഒരു ബോട്ടിൽ അവൾക്ക് നേരെ നീട്ടി. ഇത്രയുമൊക്കെ വേണോ മോളെ? അരുണയുടെ പേടി അപ്പോഴും മാറിയിട്ടില്ല. എന്നാൽ അതിൻ്റെ കൂടെ കുറച്ച് നോട്ടുകെട്ടുകൾ കൂടി അവൾ പുറത്തെടുത്തു. എന്നിട്ട് അത് അരുണയ്ക്ക് നൽകി. ഞാൻ ചേച്ചിയെ കാണുമ്പോഴൊക്കെ തരണമെന്ന് വിചാരിക്കും. ബാംഗ്ലൂരിൽ നിന്നും ഞാൻ വരുമ്പോൾ പക്ഷേ ചേച്ചിയെ കാണാറില്ല. അവൾ ചിരിയോടെ ആ നോട്ടുകൾ അവളുടെ കയ്യിൽ വെച്ച് കൊടുത്തു. അരുണ എന്തോ ഒരു ധൈര്യത്തിൽ ആ ബോട്ടിൽ വാങ്ങി. എല്ലാം സെറ്റാക്കിയിട്ട് അറിയിക്കാം, അതും പറഞ്ഞ് അരുണ അവൾക്ക് വാക്ക് നൽകിക്കൊണ്ട് തിരികെ പോന്നു. അവൾ തിരിച്ചു പോരുമ്പോൾ ബസ്സിലിരിക്കുമ്പോഴെല്ലാം മനസ്സിലൊരു പെരുമ്പറ മുഴുങ്ങുന്നത് പോലെയായിരുന്നു അവൾക്ക്. വീട്ടിലെത്തിയപ്പോഴും മനസ്സിനകത്തെ വിറയിൽ നിൽക്കുന്നില്ല. രാത്രി എല്ലാവരും ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റു. പല്ലവി അവസാനമേ ഭക്ഷണം കഴിക്കൂ എന്നവൾക്കറിയാം. അതറിയാവുന്നത് കൊണ്ട് തന്നെ അവൾ പല്ലവി ഭക്ഷണം വിളമ്പി വെച്ചിരുന്ന സമയത്ത് കയ്യിലുള്ള ബോട്ടിലിൽ നിന്നും തുള്ളി അതിലേക്ക് പകർന്നു. വെപ്രാളം കാരണം കൂടുതൽ ഒഴിക്കാൻ സാധിച്ചില്ല. 2 തുള്ളി ഒഴിച്ചപ്പോഴേക്കും പല്ലവി വരുന്നത് കണ്ടപ്പോൾ അവൾ വേഗം അവിടെ നിന്നും മാറി. പല്ലവി അരുണയെ തന്നെ ഒന്ന് ശ്രദ്ധിച്ചു. എന്താകും ഇവിടെ തന്നെ ചുറ്റിക്കറങ്ങുന്നത്? അല്ലെങ്കിൽ കിച്ചണിൽ കയറാത്ത ആളാണ്, അവൾ ചിന്തിച്ചു. പിന്നെ പ്ലേറ്റ് എടുത്ത് ടേബിളിനരികിൽ വന്നിരുന്നു. ചപ്പാത്തിയിലേക്ക് അല്പം കറിയൊഴിച്ചുകൊണ്ട് അല്പാൽപമായി കഴിച്ചു. കുറച്ച് കഴിച്ചതും അവൾക്കെന്തോ കഴിക്കാൻ തോന്നുന്നില്ല, മനം പുരട്ടുന്നത് പോലെ. ഷോ, ഇതെന്താ ഇങ്ങനെ? വേണ്ടാത്തതുപോലെ അവൾ വേണ്ടെന്ന് വെച്ച് എഴുന്നേറ്റു. കുറച്ച് മാത്രമേ കഴിച്ചുള്ളൂ. എന്തോ ഒരു സുഖമില്ലാത്തതുപോലെ അവൾ എഴുന്നേറ്റ് ബാക്കിയെടുത്ത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ കൊണ്ട് ചെന്നിട്ടു. പിന്നെ അടുക്കളയിലെ ജോലിയെല്ലാം തീർത്തുകൊണ്ട് അവൾ മുറിയിലേക്ക് പോയി. അവൾ പോകുന്നത് നോക്കിൽ ഉള്ളിൽ ചെറുചിരിയോടെ അരുണ നോക്കി നിന്നു. എങ്കിലും അവളുടെ ഉള്ളിലെവിടെയോ ഭയത്തിൻ്റെ കണികകൾ ഉണ്ടായിരുന്നു. മുറിയിലേക്ക് കയറിയപ്പോൾ മഹി അവിടെ തന്നെ ഇരിപ്പുണ്ട്. നീ ഇത്ര നേരം എവിടെയായിരുന്നു?
ഭക്ഷണം കഴിക്കാൻ നിനക്ക് ഇത്രയും സമയം വേണോ? അവൻ ചോദിച്ചു. ദാ ഒരു 5 മിനിറ്റ് മഹിയേട്ട, ഇപ്പോൾ വരാം, അവൾ ചിരിയോടെ പറഞ്ഞു. എന്നിട്ട് വേഗം കുളിച്ചു മാറാനുള്ള ഡ്രസ്സുമെടുത്ത് വാഷ്റൂമിലേക്ക് കയറി. അവൾക്കെന്തോ തല പെരുക്കുന്നതുപോലെ തോന്നി. ഛർദ്ദിക്കാനും വരുന്നുണ്ട്. കുളിച്ചെങ്ങനെയൊക്കെയോ പുറത്തേക്കിറങ്ങാൻ നേരം നിലത്ത് കാലുകൾ ഉറക്കാത്തതുപോലെ അവൾ വാതിൽ തുറന്നു. മഹിയേട്ട, ഒന്നിങ്ങ് വരുമോ? എനിക്കെന്തോ തല ചുറ്റുന്നത് പോലെ. അവൾക്ക് ഛർദ്ദിക്കാൻ വന്നു. അവൾ ഛർദ്ദിച്ചു. പല്ലവിയുടെ വിളിയും ഛർദിയുടെ ശബ്ദവും കേട്ടപ്പോൾ മഹി പെട്ടെന്ന് എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് ചെന്നു. അവൻ ചെല്ലുമ്പോൾ പല്ലവി ബോധരഹിതയായി കിടക്കുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ അവൻ പകച്ചു നിന്നു. പിന്നെ ഒന്നും ആലോചിച്ചില്ല. അവളെ കോരിയെടുത്തുകൊണ്ട് പുറത്തേക്ക് പാഞ്ഞു. അവളെയും എടുത്തുകൊണ്ട് കോണിപ്പടികൾ ഇറങ്ങി താഴെയെത്തി. അവൻ വരുന്നത് കണ്ട് മാധവി അന്തം വിട്ടു. എന്തു പറ്റിയടാ മോനെ? കൃഷ്ണൻ ആധിയോടെ അവനരികിലേക്ക് ഓടി. അവൻ ഒന്നും പറയാതെ അവളെയും കൊണ്ട് കാറിനടുത്തേക്ക് പാഞ്ഞു. പിന്നെ കാറിൻ്റെ സീറ്റിൽ കിടത്തി. അപ്പോഴാണ് ഓർത്തത് ചാവിയെടുത്തില്ല. വീണ്ടും മുറിയിലേക്ക് തന്നെ ഓടി. പിന്നെ ചാവിയെടുത്ത് താഴേക്ക് പാഞ്ഞു. അവൻ്റെ വെപ്രാളവും മറ്റും കണ്ട് അരുണയ്ക്ക് കാര്യം മനസ്സിലായി. അവളെല്ലാം വീക്ഷിച്ചുകൊണ്ട് മാറി നിന്നു. എന്താടാ, എന്താണുണ്ടായത്? കൃഷ്ണൻ അവനോട് ചോദിച്ചു. അവനുണ്ടായ കാര്യങ്ങളെല്ലാം ചുരുക്കി പറഞ്ഞു. പിന്നെ പുറത്തെത്തി. അപ്പോഴേക്കും ഗീതവും കാറിനടുത്തേക്ക് എത്തിയിരുന്നു. എന്തു പറ്റിയേട്ടത്തിക്ക്? അവളും ചോദിച്ചുകൊണ്ട് കാറിനുള്ളിലേക്ക് കയറിയിരുന്നു. മഹി വേഗം കാറെടുത്ത് ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി കാറോടിച്ചു. അരുണ വേഗം ഫോണെടുത്ത് മുറിയിൽ കയറി ഉണ്ടായ കാര്യങ്ങളെല്ലാം ഗൗരിയെ അറിയിച്ചു. അവൾക്ക് സന്തോഷമായി. ഇനിയെന്തായാലും പല്ലവി എന്ന അധ്യായം ഇല്ല, അതിവിടെ അവസാനിച്ചു. ഗൗരി അങ്ങനെ തന്നെ കരുതി. ഹോസ്പിറ്റലിലെത്തിയതും പല്ലവിയെ നേരെ കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോയി. പിന്നെ അവിടെ നിന്നും ICUവിലേക്ക് മാറ്റുകയായിരുന്നു. മഹിക്ക് ആധിയായിരുന്നു. എന്തായിരിക്കും അവൾക്ക് സംഭവിച്ചത്? അവൻ ICUവിന് മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അരമണിക്കൂർ വേണ്ടി വന്നില്ല. ICUവിൻ്റെ വാതിൽ തുറന്നു. ഡോക്ടർ വന്ന് കാര്യം പറഞ്ഞ് മഹേഷിനെ മനസ്സിലാക്കി. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ മഹി തരിച്ചു നിന്നുപോയി. എന്തോ ഒരു പോയ്സൺ അകത്ത് ചെന്നിട്ടുണ്ട്. ചെറിയ അളവിലായതുകൊണ്ടും പിന്നെ കുറേയൊക്കെ ഒമിറ്റ് ചെയ്തതുകൊണ്ടും ഈശ്വരന്മാരുടെ കാരുണ്യം കൊണ്ടും മാത്രമാണ് അവളെ തനിക്ക് കിട്ടിയതെന്ന് മഹിക്ക് തോന്നി. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർ ആരായാലും അവരെ വെറുതെ വിടില്ല, മഹി മനസ്സിൽ കരുതി. അമ്മയാകുമോ? അവൻ ഓർത്തു. അമ്മയുടെയും അരുണയുടെയും മുഖം മനസ്സിൽ തെളിഞ്ഞു. ആരാകുമെന്ന് അവന് ഉത്തരം കിട്ടിയില്ല. പല്ലവിക്കിപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. കറക്റ്റ് സമയത്ത് എത്തിച്ചതുകൊണ്ട് സുഖമായിരിക്കുന്നു. പിന്നെ ഡോക്ടർ അവനോട് മുറിയിലേക്ക് ചെല്ലാൻ പറഞ്ഞിരുന്നു. ഡോക്ടറുടെ മുന്നിലിരിക്കുമ്പോൾ മഹിയുടെ മനസ്സ് പിടഞ്ഞു. ഇങ്ങനെ ഒരു ഇൻസിഡൻ്റ് ഉണ്ടാകുമ്പോൾ പോലീസിൽ റിപ്പോർട്ട് ചെയ്യണമെന്നാണ്. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ മിസ്റ്റർ മഹേഷിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അവൻ എന്താണ് എന്ന ആശ്ചര്യഭാവത്തിൽ ഡോക്ടറിനെ നോക്കി. പല്ലവി പ്രഗ്നൻ്റാണ്. ഡോക്ടർ പറഞ്ഞ കാര്യം കേട്ടപ്പോൾ മഹിക്ക് ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു. നിങ്ങൾക്ക് ഭാഗ്യമുള്ളത് കൊണ്ട് മാത്രമാണ് ഈ കുഞ്ഞിനെ നിങ്ങൾക്ക് കിട്ടിയത്. ഇല്ലെങ്കിൽ അമ്മയെയും കുഞ്ഞിനെയും നഷ്ടപ്പെട്ടേനെ. അതിന് ദൈവത്തിന് നന്ദി പറഞ്ഞോളൂ. ഡോക്ടറുടെ വാക്കുകൾ കൂടി കേട്ടപ്പോൾ മഹിക്ക് പല്ലവിയോട് ഇങ്ങനെ കാണിച്ചത് ആരായിരുന്നാലും അവർക്ക് തക്കതായ ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കണമെന്നവൻ മനസ്സുകൊണ്ട് തീരുമാനമെടുത്തു. അതുകൊണ്ട് തന്നെ കേസുമായി മുന്നോട്ടു പോകാൻ അവൻ തീരുമാനിച്ചു. മഹിക്ക് കയറി കാണണം എന്ന് പറഞ്ഞതുകൊണ്ട് ഡോക്ടർ ആ ആവശ്യം അംഗീകരിച്ചു. പക്ഷേ പേഷ്യൻറ്റിനെ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് അയാൾ നിർദ്ദേശിച്ചു. മഹേഷ് പല്ലവിക്കരികിലെത്തിയപ്പോൾ അവൾ നല്ല മയക്കത്തിലാണ്. അവളുടെ കിടപ്പ് കണ്ടപ്പോൾ അവന് സങ്കടമായി. അത്രയും അവളെ താൻ സ്നേഹിക്കുന്നുണ്ടെന്ന് അവന് ആ നിമിഷം മനസ്സിലായി. മാധവിയും തറവാടിന് മുന്നിലായി ഒരു പോലീസ് ജീപ്പ് വന്നു നിന്നു. അത് കണ്ടപ്പോൾ കൃഷ്ണനും മാധവിക്കും അമ്പരപ്പായിരുന്നു. പല്ലവിയുടെ കാര്യങ്ങളെല്ലാം അവരറിഞ്ഞു. ഗൗരിയുമായി കൂട്ടുപിടിച്ച് അരുണ ചെയ്തതാണ് അതെല്ലാമെന്ന് എല്ലാവരും മനസ്സിലാക്കിയെടുത്തു. അരുണ ആകെ ഭയന്നു വിറച്ചു. മാധവിയോടുകൂടി പറയാതെ ചെയ്ത ആ തെറ്റിൽ അവൾ ശരിക്കും പെട്ടുപോയി. മാധവി പക്ഷേ ഇത്രയ്ക്കൊന്നും കരുതിയതല്ല. തൻ്റെ മകൾ ഇങ്ങനെ ചെയ്യുമെന്നും അവർക്കറിയില്ലായിരുന്നു. ഗൗരിയെ മരുമകളാക്കണമെന്ന വിചാരം അവരിൽ അസ്തമിച്ചു. ഇത്രയും ക്രൂരമായ പ്രവൃത്തികൾ ചെയ്യുന്ന അവളെ മരുമകളാക്കാതിരുന്നത് തൻ്റെ ഭാഗ്യം. മാധവിക്ക് അതായിരുന്നു മനസ്സിൽ. അരുണയും ഗൗരിയും പോലീസ് കസ്റ്റഡിയിലായി.
ഇപ്പോൾ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട്. പക്ഷെ അവളെ മാധവീയത്തിൽ കയറാൻ കൃഷ്ണൻ സമ്മതിച്ചില്ല. തൻ്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞെങ്കിലും ആരും അവളെ പരിഗണിച്ചില്ല. ഒടുവിൽ രാകേഷിനോട് കുറ്റസമ്മതം നടത്തി. നന്ദുമോൾക്ക് വേണ്ടി അവളെ വീണ്ടും അവൻ സ്വീകരിക്കുകയായിരുന്നു. മാധവിക്കും മകളുടെ പക്ഷം പറയാൻ ഒരു ന്യായവും ഇല്ല. അങ്ങനെ ഒരുവിധം കാര്യങ്ങളെല്ലാം കലങ്ങി മറിഞ്ഞു. പല്ലവി ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ കൃഷ്ണന് സന്തോഷമായി. മാധവിയോട് അയാൾ കാര്യം പറഞ്ഞു. ഇനിയെങ്കിലും നന്നായി ജീവിച്ചുകൂടെ? കുശുമ്പും കുന്നായ്മയും മനസ്സിൽ നിന്നും എടുത്തു കളഞ്ഞിട്ട് ഇനിയും നന്നാവാൻ സമയമുണ്ട്, അയാൾ മാധവിയോട് പറഞ്ഞു. മാധവിക്കും അവൾ ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ അവളോട് സഹതാപവും ഇഷ്ടവും തോന്നി. ഇന്നാണ് പല്ലവിയെ ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം. പല്ലവി ഇപ്പോൾ ഓക്കെയാണ്. മഹേഷ് ഹോസ്പിറ്റലിൽ തന്നെ അവളുടെ കൂടെ നിന്ന് അവളെ പരിചരിച്ചു. പല്ലവിക്കാണെങ്കിൽ താനൊരു അമ്മയാകാൻ പോകുന്നു എന്നറിഞ്ഞതിൽ ത്രില്ലായിരുന്നു. അവളുടെ വീട്ടിൽ നിന്ന് വാസുദേവനും ലീലയും എല്ലാം വന്നിട്ടുണ്ട്. ലീല പല്ലവിയുടെ കൂടെ 2 ദിവസം ഉണ്ടായിരുന്നു. അങ്ങനെ അവരെല്ലാം വീട്ടിൽ പോകാൻ റെഡിയായി ഒരുങ്ങി നിന്നു. മാധവിയും തറവാട്ടിൽ ഇന്ന് സന്തോഷത്തിൻ്റെ അലയടികളായിരുന്നു. പല്ലവിയെ സ്വീകരിക്കാൻ ഗീതുവും ഒപ്പം മാധവിയും മുന്നിൽ തന്നെ നിന്നു. മഹിയുടെ കാർ ഗേറ്റ് കടന്നു വന്നതും എല്ലാവരും ഉമ്മറത്തെത്തി. പല്ലവിയുടെ കൈപിടിച്ച് മഹേഷ് അകത്തേക്ക് കയറി. അവൾ തൻ്റെ ഭർത്താവിൻ്റെ സ്നേഹം ആവോളം ആസ്വദിക്കുകയായിരുന്നു. മഹിക്ക് തന്നോടുള്ള ഇഷ്ടത്തിൻ്റെ ആഴം അവൾ തിരിച്ചറിഞ്ഞു. മഹി അത്രമേൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. മോളെ, ഞാൻ ഒരുപാട് തെറ്റുകൾ നിന്നോട് ചെയ്തിട്ടുണ്ട്. നീ എന്നോട് ക്ഷമിക്കണം, മാധവി അവളോട് മാപ്പ് ചോദിക്കും മട്ടിൽ പറഞ്ഞു. പല്ലവി പുഞ്ചിരിയോടെ അമ്മയെ നോക്കി. ഏട്ടത്തി ആഗ്രഹിച്ച ആ നിമിഷങ്ങളെല്ലാം ഏട്ടത്തിക്ക് കിട്ടിയില്ലേ? ഇതിൽ പരം സന്തോഷം വേറെന്ത് വേണം അല്ലേ ഏട്ടത്തി? ചിരിയോടെ ഗീതവും പറഞ്ഞു. ഇപ്പോഴാണ് ഈ വീട് ശരിക്കും ഒരു കുടുംബമായി മാറിയത്. ഈ സ്നേഹവും ഇഷ്ടവും എന്നും നിലനിൽക്കട്ടെ. എൻ്റെ മോൾ കാണിച്ച ബുദ്ധിശൂന്യത മോളൊന്ന് ക്ഷമിച്ചേക്കണേ, പല്ലവിയോട് കൃഷ്ണൻ പറഞ്ഞു. അരുണേച്ചിയോട് എനിക്കൊരു ദേഷ്യവുമില്ലാച്ചാ. അതുകൊണ്ട് എനിക്ക് എല്ലാവരുടെയും സ്നേഹം അനുഭവിക്കാറായില്ലേ? നിറകണ്ണുകളോടെ പല്ലവി പൊഴിഞ്ഞു. മഹേഷ് പല്ലവിയുടെ വയറിൽ ഒരു നനുത്ത ഉമ്മ നൽകി. അവന് സന്തോഷമടക്കാനായില്ല. മഹിയേട്ട, ഇന്നലെ ഉണ്ടായ സംഭവത്തിൽ എനിക്കെന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? അവൾ പതിയെ ചോദിച്ചു. അവൻ അവളുടെ ചുണ്ടിൽ വിരൽ വെച്ചു. നിനക്കൊന്നും സംഭവിക്കില്ല, ഞാനില്ലേ കൂടെ, അവൻ അവളുടെ കാതിൽ മന്ത്രിച്ചു. അവൻ അവളുടേത് മാത്രമാവുകയായിരുന്നു. എല്ലാവരുടെയും സ്നേഹം ആവോളം ആസ്വദിച്ചുകൊണ്ട് മഹിയുടെ കുഞ്ഞുമായി മാധവീയത്തിൽ ഉണ്ടായ ദിവസങ്ങൾ എല്ലാം പല്ലവിയുടെ മാത്രം ദിവസങ്ങളായിരുന്നു. ഓരോ ദിവസവും അവൾക്ക് സന്തോഷത്തിൻ്റേതായിരുന്നു. അവളും മഹിയും അവരുടേതായ പ്രണയതീരത്ത് ഒന്നായി ചേർന്നുകൊണ്ട് ജീവിതത്തിൻ്റെ ഓരോ പടിയും ആസ്വദിച്ച് ഒരുമിച്ച് ആ യാത്ര തുടർന്നു. സ്നേഹമായി അലിഞ്ഞ് അവരുടെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങ് ദൂരെ ആകാശമേഘങ്ങൾക്കിടയിൽ മാലാഖ കുഞ്ഞുങ്ങളും നക്ഷത്രങ്ങളും ചന്ദ്രനും സൂര്യനും പല്ലവിയെയും മഹിയെയും അനുഗ്രഹിച്ചു.